പൊതുപണിമുടക്കായിട്ട് ഞാൻ ലാലോടിനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കറങ്ങാനൊന്നുമല്ല, നല്ല ജലദോഷവും തൊണ്ടവേദനയുണ്ട്. ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുകയൊക്കെ ചെയ്തു. വന്നപ്പോൾ നമ്മളുടെ വീട്ടിൽ കുറച്ച് അതിഥികളുണ്ട്. വേറെ ആരുമല്ല, മാമനും മാമിയും മോളുമാണ്. അമ്മേന്റെ ബ്രദറാണ് കേട്ടോ ഇത്. അപ്പൊ അവര് ഒരു ഉച്ചയാകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കണ്ടുകൊണ്ടിരിക്കുന്നത് വികേന്റെ നാടകമാണ്. അപ്പൊ ഞാൻ ഈ എടുത്ത രീതി അത്രക്ക് അങ്ങോട്ട് ശരിയായില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഒരു ഫുൾ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എന്തൊക്കെയോ തിരക്കുകളും കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ കഥ പറയാനുണ്ടാവും. അങ്ങനെ കഥ പറച്ചിലായിപ്പോയി. പിന്നെ ഇതാ ഉച്ചയായപ്പോൾ നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ആദ്യം അവരൊക്കെ ഇരുന്ന് പിന്നെ നമ്മളിരുന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറേ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വസന്തീച്ചിൻ്റെ വീട്ടിലേക്ക് പോയി. കല്യാണ വീടുണ്ടല്ലോ അവിടെ. അപ്പോൾ അവരെ ഒന്ന് അവിടെയൊക്കെ കാണിച്ച് നേരെ തിരിച്ചിങ്ങോട്ടേക്ക് വന്ന്. അപ്പോൾ വസു ഇങ്ങനെ ഓരോ വഴികാട്ടിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം വസുവിൻ്റെ സ്ഥിരം സ്ഥലമാണ് കേട്ടോ അവിടെ. അവിടെ അക്കു വന്നാൽ വസു ഏത് സമയം അവിടെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇവർ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ നിന്നപ്പോൾ പഞ്ഞിമുട്ടായി വരുന്നുണ്ടായിരുന്നേ. പണ്ടൊക്കെ ഇത് വാങ്ങിച്ച് കഴിക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അത്രക്ക് അങ്ങോട്ട് മനസ്സിനൊരു സുഖം തോന്നുന്നില്ല വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിക്കാറില്ല. പിള്ളേർ കുറേ പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കാൻ, പക്ഷെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ. അപ്പോൾ വസു ഇത് മാമൻ പോന്നാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് റോഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ആരെങ്കിലും പോകുമ്പോൾ ഓനും പോകണം. അങ്ങനെ അവൻ കുറേ നേരം ട്രൈ ചെയ്ത് നോക്കി ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ നടക്കില്ലല്ലോ. പിന്നെ ഓനെ എടുത്തിട്ട് ആ കൊള്ളുമ്പിൽ വെച്ച് കേട്ടോ. അപ്പൊ ഞങ്ങളും കൊണ്ട് റോഡ് സൈഡിൽ തന്നെ. അവസാനം ഓൻ പോയിട്ട് വണ്ടിയിൽ കയറിയിരുന്നേ. വണ്ടീന്റെ ബാക്കിൽ ഇരുത്തിയപ്പോൾ ഓന് നല്ല സന്തോഷമായി. കാരണം ഇതിപ്പോ കൊണ്ടുപോകുന്നതാണ് ആളുടെ വിചാരം. അങ്ങനെ ഓനെ എടുത്ത് അവരും പോയി. ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നേ. അപ്പൊ ശരി, ബൈ.